സംസ്ഥാനത്ത് 2 ദിവസമായി തുടരുന്ന കാറ്റിലും മഴയിലും മരം വീണ് വ്യാപക നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. കാസർഗോഡ് കൊന്നക്കോട് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് മുകളിലേക്ക് മരം വീണ് 5 പേർക്കാണ് പരിക്ക് പറ്റിയത്. ചട്ടഞ്ചാലിൽ വീടിന് മുകളിൽ മരം വീണു. തൈര സ്വദേശി രാമന്റെ വീടിന് മുകളിലേക്കാണ് മരം വീണത്. ഇരിങ്ങാലക്കുട പടിയൂരിൽ മിന്നൽ ചുഴലിയിൽ നിരവധി മരങ്ങൾ കടപുഴകി. പാലക്കാട് പുതുശ്ശേരിയിൽ ശക്തമായ കാറ്റിൽ വൻ മരം കടപുഴകി വീണു. വല്ലപ്പുഴയിൽ ശക്തമായ കാറ്റിലും മഴയിലും ആൽമരം വീടുകൾക്ക് മുകളിലേക്ക് വീണു. 2 വീടുകൾക്ക് കേടുപാട് സംഭവിച്ചിരിക്കുന്നു. എറണാകുളം തോപ്പുംപടി ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബസ്സിന് മുകളിലേക്ക് മരം വീണു. പത്തനംതിട്ടയിൽ കാറ്റിൽ വീടുകൾക്ക് വ്യാപകമായി നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു. 6 താലൂക്കുകളിലായി 71 വീടുകൾ ഭാഗികമായി തകർന്നു. വൈപ്പൂർ പാലത്താനം നഗറിലെ വീടുകൾ തകർന്ന് 2 പേർക്ക് ചെറിയ തോതിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കാറ്റ് അതിശക്തമാകുന്നതിനെ തുടർന്ന് മരം വീണാണ് പലയിടങ്ങളിലും സംസ്ഥാനത്ത് അപകടമുണ്ടായിരിക്കുന്നത്. പലരും മരങ്ങൾ വെട്ടി നൽകാനൊക്കെ ആവശ്യപ്പെട്ടിട്ടും അങ്ങനെ തന്നെ തുടർന്നതൊക്കെയും വെട്ടിമാറ്റാത്തതൊക്കെയും അപകടം ക്ഷണിച്ചു വരുത്തി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.